ഹലോ ഡിയേഴ്സ്, ഡിസംബറിൽ നടക്കുന്ന UGC നെറ്റ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണ് UGC നെറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെയുള്ള വ്യത്യസ്ത ക്യാമ്പസുകളിലേക്ക്, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാവണമെന്നുണ്ടെങ്കിൽ, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് എഴുതേണ്ട എലിജിബിലിറ്റി എക്സാമിനേഷനാണ് UGC നെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫെലോഷിപ്പോടുകൂടി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് ക്വാളിഫൈ ചെയ്യാനുള്ള പരീക്ഷയാണ് UGC നെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് UGC നെറ്റ് എക്സാമിനേഷൻ? നോട്ടിഫിക്കേഷന്റെ പശ്ചാത്തലത്തിൽ നെറ്റ് എക്സാമിനേഷനെ കുറിച്ചും അതിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. UGC നെറ്റ് എക്സാമിനേഷൻ വർഷത്തിൽ 2 പ്രാവശ്യമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നത്. അതിൽ ഡിസംബറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡിസംബറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട സമയമാണ്. 19 നവംബർ മുതൽ 10 ഡിസംബർ വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ നടക്കുന്ന ഏകദേശ സമയം എന്ന് പറയുന്നത് 1 ജാനുവരി ടു 19 ജാനുവരി എന്നാണ് പറയുന്നത്. അതായത് ഡിസംബർ എന്നാണ് ഇതിന്റെ ക്രൈറ്റീരിയ വെക്കുന്നതെങ്കിൽ പോലും ജാനുവരി 1 അതായത് നെക്സ്റ്റ് ന്യൂ ഇയറിലാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സാമിനേഷന്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അതായത് 180 മിനിറ്റ് ഓഫ് എക്സാമിനേഷൻ ആണ്, 3 hour ആണ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്നുള്ള സ്വഭാവത്തിലാണ്. നിങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ അധ്യാപകരാവാനുള്ള ഓപ്ഷൻസ്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാനുള്ള ഓപ്ഷൻ, PhDക്കുള്ള ക്വാളിഫിക്കേഷൻ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനുള്ള ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടൊക്കെയാണ് നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷൻ വഴി കിട്ടുന്നത് എന്നതാണ്. NTA ആണ് എക്സാമിനേഷൻ നടത്തുന്നത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ? ഇതിൽ 3 കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ്? ഒറ്റ എക്സാമിനേഷൻ എഴുതുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള പരിശോധിക്കുന്നത്. UGC ഗ്രാൻസ് കമ്മീഷൻ UGC നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഡിസംബർ 2024 എന്ന് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസ്പെറസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്നതാണ്. ഇതിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നെറ്റ് എക്സാമിനേഷൻ ചെയ്യുന്നതോട് നിങ്ങൾക്ക് കിട്ടുമെന്നതാണ്. ഒന്ന്, നിങ്ങൾക്ക് JRFും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറും ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ള സ്വഭാവത്തിലാണ്. JRF ആൻഡ് അപ്പോയിൻമെന്റ് ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള സ്വഭാവത്തിലുള്ള ക്വാളിഫിക്കേഷനാണ്. JRF എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് PhD ചെയ്യുന്ന സമയത്ത് ഫെലോഷിപ്പോടുകൂടി PhD ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനാണ് JRF എന്ന് പറയുന്നത്. ഈ ഒരു കാറ്റഗറി 1ലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് JRFും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ളതും PhD അഡ്മിഷനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി കൂടിയുണ്ട്. നിങ്ങൾക്ക് JRF ആവശ്യമില്ല, അതായത് ഫെലോഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയാൽ മതി, PhDക്ക് ഉള്ള എലിജിബിലിറ്റി ഉണ്ടായാൽ മതിയെങ്കിൽ അതിലുള്ള രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം, PhD അഡ്മിഷൻ കൊടുക്കാം എന്നുള്ള സ്വഭാവത്തിലാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. JRF ആവശ്യമില്ല, അസിസ്റ്റന്റ് പ്രൊഫസർ ആവശ്യമില്ല, PhD മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്ത വിഷയങ്ങളിൽ PhD മാത്രം ചെയ്യണം. അതായത് വിവിധ യൂണിവേഴ്സിറ്റികളൊക്കെ നേരത്തെ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. ആ എൻട്രൻസ് എക്സാമിനേഷന് പകരം ഇപ്പോൾ ഈ നെറ്റ് എക്സാമിനേഷൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് അതിന് PhD ക്വാളിഫൈ ചെയ്ത ആളുകളെ അവർക്ക് ഡയറക്റ്റ്ലി അവർ ഇൻ്റർവ്യൂവിൽ പ്രോസസ്സിലേക്ക് കടക്കുന്ന സ്വഭാവത്തിലാണ്. അവർക്ക് വേറെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവുകയില്ല എന്നുള്ള JNU ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. JRF ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ PhD പ്രോഗ്രാമിന് ബേസ്ഡ് ഓഫ് ഇൻ്റർവ്യൂ എന്നുള്ള സ്വഭാവത്തിലാണ്. അവർക്ക് വേറെ ഈ പറയുന്ന പോലെയുള്ള അതത് യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല. കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3 ഫോർ എൻട്രൻസ് ടെസ്റ്റ് ഓഫ് PhD അഡ്മിഷൻ എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഫോർ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് അണ്ടർ കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3, മാർക്സ് ഒബ്റ്റെയിൻ ഇൻ ദ നെറ്റ് എക്സാമിനേഷൻ വിൽ ഹാവ് 70% weightage and 30% weight will be based on the performance in the interview or viva voice conducted by the university. അതായത് 70% എന്ന് പറയുന്നത് എന്തായിരിക്കും? നെറ്റ് എക്സാമിനേഷൻ്റെ മാർക്കായിരിക്കും പരിഗണിക്കുക. ബാക്കി 30% ആയിരിക്കും എന്ത് പരിഗണിക്കുക? അവരുടെ ഇന്റർവ്യൂ പരിഗണിക്കുക എന്നതാണ്. ഈ പറയുന്ന പോലെ നെറ്റ് മാർക്കും അതുപോലെ തന്നെ ഇന്റർവ്യൂവിൻ്റെ മാർക്കും ബേസ് ചെയ്തുകൊണ്ടായിരിക്കും PhD അഡ്മിഷൻ നടക്കുക എന്നതാണ് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് എന്നതാണ്. ഈ പറയുന്ന പോലെ ഫെലോഷിപ്പുകളുണ്ട്. വ്യത്യസ്ത ഫെലോഷിപ്പുകളിലേക്കും ഈ പറയുന്ന പോലെ നാഷണൽ ഫെലോഷിപ്പ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസ് NFSC, നാഷണൽ ഫെലോഷിപ്പ് ഫോർ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് NFOBC, നാഷണൽ ഫെലോഷിപ്പ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്
PWD തുടങ്ങിയിട്ടൊക്കെയുള്ള ഫെലോഷിപ്പും ഈ പറയുന്ന പോലെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് സെലക്ഷനോടുകൂടി തന്നെയാണ് നടത്തുക എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. UGC നെറ്റ് എക്സാമിനേഷൻ്റെ ഒരു സ്കീം എങ്ങനെയാണെന്ന് കൂടി ജസ്റ്റ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സ്കീം എന്ന് പറയുന്ന സമയത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുക. CBT മോഡ് എക്സാമിനേഷനാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അപ്പൻഡിക്സിൽ ഈ പറയുന്ന പോലെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. 2 പേപ്പറുകളാണ് എക്സാമിനേഷനിൽ ഉണ്ടാവുക. പേപ്പർ 1 എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ടീച്ചിങ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡൊക്കെ അളക്കാനുള്ള ഒരു എക്സാമിനേഷനാണ്. അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ ആണ് വരിക 3 hours 180 minutes വിതൗട്ട് എനി ബ്രേക്ക് എന്നുള്ള സ്വഭാവത്തിലാണ്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി എന്നുള്ള രീതിയിലാണ്. 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ 50 ചോദ്യങ്ങൾ 100 മാർക്കിന് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക പേപ്പർ 1-ന്. അതുപോലെ തന്നെ പേപ്പർ 2-ന് 100 ചോദ്യങ്ങൾ 200 മാർക്ക്, അങ്ങനെ ടോട്ടൽ 300 മാർക്കിനുള്ള പേപ്പറാണ് നടക്കുക. ഇത് ബേസ്ഡ് ഓൺ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ എക്കണോമിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിരിക്കും, സോഷ്യോളജി ആയിരിക്കും, പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും, മലയാളമായിരിക്കും, ഇംഗ്ലീഷ്, ഏത് സബ്ജക്റ്റും ആയിരിക്കും. ആ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക. ആ സബ്ജക്റ്റും ഈ പറയുന്ന പോലെ ഇത് പൊതുവേ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിലാണ് UGC നെറ്റ് എക്സാമിനേഷൻ നടത്തുന്നത്. സയൻസ് സബ്ജക്റ്റിലുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് CSIR ആണ് നടത്തുന്നത്. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട സംഗതിയാണ്. നിങ്ങൾക്ക് ഒരു ടീച്ചർ ആവണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കോളേജിൽ പഠിപ്പിക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ അധ്യാപികയോ ഒക്കെ ആവാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതേണ്ട വളരെ പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ടെസ്റ്റാണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ കാറ്റഗറിയിലുള്ള ആളുകൾ, നമ്മൾ കേറ്ററ്റിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേറ്ററ്റിൻ്റെ വീഡിയോ കാണാത്ത ആളുകൾ കേറ്ററ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാനലിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കേറ്ററ്റ് എന്ന് പറയുന്നത് UP ലെവലിലും അതുപോലെ തന്നെ ഹൈസ്കൂൾ ലെവലും അധ്യാപകരാവാനുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഹയർ സെക്കൻഡറി ലെവൽ അധ്യാപകരാവണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള എക്സാമിനേഷൻ ഉണ്ട്. ഇത് നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ആവുക, പിന്നീട് അസോസിയേറ്റ് പ്രൊഫസറും അങ്ങനെ ഒക്കെ ഹയർ ലെവലിലേക്ക് പോവുകയാണ് ബേസിക്കലി ചെയ്യുക. അങ്ങനെ ബേസിക് ലെവലിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ താല്പര്യമുള്ള ആളുകൾക്ക് UGC നെറ്റ് എക്സാമിനേഷൻ ആണ് അവർ ക്വാളിഫൈ ചെയ്യേണ്ടത്. ഈ ക്വാളിഫിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ എലിജിബിലിറ്റി പൂർത്തിയാവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എഴുതേണ്ടി വരിക. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾ ഫൈനൽ ഇയർ ഉള്ള ആളുകൾക്കും എഴുതാവുന്നതാണ്. എന്താണ് ആൻസർ മാർക്കിംഗ് സ്കീമോട് പരിചയപ്പെടാം. എന്താണ്, ഒരു കറക്റ്റ് ഓപ്ഷൻ എടുക്കണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 മാർക്ക്. അതുപോലെ തന്നെ കറക്റ്റ് റെസ്പോൺസിന് 2 മാർക്ക് കിട്ടും. നോ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ഇൻകറക്റ്റ് റെസ്പോൺസ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട് അതാണ് സൂചിപ്പിക്കാനുള്ള എക്സാമിനേഷൻ്റെ സ്കീമുമായി ബന്ധപ്പെട്ട്. ഇനി എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് പറയാം. എലിജിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ജനറൽ EWS കാൻഡിഡേറ്റ്സ് 55% മാർക്കോടുകൂടി അവരെന്തായിരിക്കണം, അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി പൂർത്തിയായിരിക്കണം എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് എന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഈ പറയുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ക്വാളിഫയിങ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫൈനൽ ഇയർ എക്സാമിനേഷൻ സ്റ്റിൽ അവൈറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിലേ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവർക്കൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതിനൊന്നും തടസ്സമില്ല എന്നതാണ്. പക്ഷേ അവർ പ്രൊവിഷണലി അവരുടെ ഈ പറയുന്ന പോലെ എലിജിബിൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാസ് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അവർക്ക് എലിജിബിലിറ്റി JRF അല്ലെങ്കിൽ നെറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അവർ പാസ്സായതിനു ശേഷം മാത്രമേ 55% മാർക്കോടുകൂടി പാസ്സായതിനു ശേഷമേ OBC NCയിലാണെങ്കിൽ 50% മാർക്കോടുകൂടി പാസ്സായെങ്കിൽ മാത്രമേ അവരെ ഈ പറയുന്ന പോലെ പരിഗണിക്കുകയുള്ളൂ എന്നതാണ്. കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വർഷത്തെ സമയം ഉണ്ടാവും നെറ്റ് റിസൾട്ട് വന്നതിന് ശേഷം എന്നുള്ളതാണ്. വിത്തൗട്ട് ഫെയിലിംഗ് വിത്ത് പക്ഷേ അവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ ടു PhD ഓൺലി മസ്റ്റ് കംപ്ലീറ്റ് ദെയർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇക്വലന്റ് എക്സാമിനേഷൻ വിത്തിൻ 1 year. അതായത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തു, നെറ്റ് എക്സാമിനേഷൻ ആണ് ക്വാളിഫൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ളതാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. JRFന് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും എന്നതാണ്. പക്ഷേ നിങ്ങൾ ഓൺലി ടു PhD ഓൺലി എന്നുള്ള ഓപ്ഷനാണ് എടുത്തത്, PhDക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിന് 1 year വാലിഡിറ്റി ആണ് ഉണ്ടാവുക. ആ 1 yearനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിൽ നിങ്ങൾ ചെയ്യണം എന്നാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇക്വലൻസികൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ്. ഇനി ഇതിൻ്റെ റിസർവേഷൻ ക്രൈറ്റീരിയ, അപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ട് വളരെ വിശദമായിട്ട് ഈ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സബ്ജക്ട്സ് എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് അതിൻ്റെ നോർമലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നതെന്നൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ടുവേർഡ്സ് ദി എൻഡിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കണം തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി
സാധിക്കും എന്നതാണ്. സോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫെലോഷിപ്പോടുകൂടി JRF നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് PhD ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് നെറ്റ് എക്സാമിനേഷൻ, UGC നെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. January 1 ആരംഭിക്കുന്ന UGC നെറ്റ് ഡിസംബറിൽ 2024 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഈ വീഡിയോ. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.